കൂട്ടുകാരെ, അപ്പോൾ ഒരു മിനി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ദേവുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം. നാളെയാണ് അപ്പോൾ ക്രിസ്മസ് പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ മേടിക്കാൻ പോകണം. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും വിയാനിപ്പള്ളിയുടെ അടുത്തായിട്ട് ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. ഈ ക്രോസ് അടച്ചിട്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇച്ചിരി മാറി ആ പള്ളിയുടെ അടുത്ത് നിന്നേനെ. കാര്യം അവിടെ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അപ്പം ക്രോസ് തുറന്നിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞപ്പോഴുള്ള തിരക്കാട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് പോയി ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോകുവാണ്. അപ്പം പോകുന്ന വഴിക്ക് തന്നെയാണെങ്കിലോ നിറയെ കാഴ്ചകളായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഇതായിട്ട് മൊത്തം അലങ്കാരങ്ങളായിരുന്നു. സ്റ്റാറും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാണുന്നത് ശാന്തി ഭവനാണ് കേട്ടോ. പുന്നപ്പുറയിലുള്ള ശാന്തി ഭവനാണത്. പിന്നെ നമ്മൾ ഏകദേശം കടയെടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള കടയിൽ തന്നെ ക്രിസ്മസിൻ്റെ ഇതായിട്ടുള്ള എല്ലാ അലങ്കാരങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ടുണ്ട്. കടയിൽ നിന്ന് എടുത്തത് ഒരു ഡെപ്പയും ഒരു രണ്ട് പെൻസിൽ, ഒരു കട്ടർ, ഒരു ഇറേസർ അടങ്ങുന്ന, ഒരു സ്കെയിലൊക്കെ അടങ്ങുന്ന ചെറിയൊരു ഗിഫ്റ്റ് ഇതുമായിട്ടാണ്. അപ്പം 100 രൂപ ബഡ്ജറ്റാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എടുത്തപ്പോൾ 125 ആയി. അത് കുഴപ്പമില്ല. അപ്പം എടുത്തു. അപ്പോൾ കുറേ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ അധികം യൂസ്ഫുൾ അല്ലല്ലോ. കുട്ടികളാകുമ്പോൾ അതൊക്കെ നശിപ്പിക്കും. പക്ഷേ ഡെപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം മേടിക്കണം എന്നുള്ളതായിരുന്നു എനിക്കും. അപ്പം വരുന്നത് കടയുടെ ഓണർ എന്നാണ് എൻ്റെ അടുത്ത് അവിടെ നിന്ന് വേറൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനവിടെ കുറേ നേരം നോക്കി. അപ്പം ഈ കടയിൽ തന്നെ വേറെയും അംഗനവാടിയിൽ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഹായ് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് അവർ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട്. പറയാം എന്നെ വീട്ടിൽ ഉൾപ്പെടുത്തണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. ആ കൊച്ചിനെ കാണിക്കാൻ പറ്റാൻ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നിറയെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം നോക്കിയെന്നാണ് പറയാം. ചേട്ടനാണെങ്കിലോ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയം ഫോണിനാട്ടോ കൂട്ടുകാരന്മാരുടെ സംസാരം കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കടയിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ വണ്ടി കയറി നമ്മൾ വണ്ടി തിരിച്ചു. പോകുന്ന വഴിക്കാണെങ്കിലോ സത്യം പറഞ്ഞാൽ എല്ലാ വീട്ടിലും നിറയെ നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് പിന്നെ വിയാനി പള്ളിയുടെ എത്തി. പള്ളിയിലാണെങ്കിലോ ക്രിസ്മസിൻ്റെ എന്തോ സെലിബ്രേഷനും കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു നടക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ. ഞാൻ ചേട്ടനോട് ചോദിച്ചു ഫ്രീ ആയിട്ടുള്ള നമുക്ക് കയറി നിന്നിട്ട് വന്നാലോ. എനിക്കറിയില്ല. ചേട്ടൻ പറഞ്ഞു ഫ്രീ ആയിട്ടൊന്നും അല്ലെന്ന് പോളി വെച്ചെന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിത് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ല. മോള് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അമ്പലമാണ് കേട്ടോ. കണ്ടകർണ ഭഗവാന്റെ അമ്പലമാണ്, ശ്രീഭദ്രകാളിയുടെയും. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് കയറിയിരുന്നു. അപ്പോൾ മൂത്താൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു.